എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വൈകി വന്ന ബുദ്ധിയാണെങ്കിലും അറ്റ്ലീസ്റ്റ് അതിൽ കേരളീയർക്ക് സന്തോഷിക്കാം. കാരണം പബ്ലിക്കിൽ നിന്നും ആരെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ക്യാപ്റ്റന് ബുദ്ധി വരൂ. ഇനി അങ്ങനൊരു ബുദ്ധി വന്നാലും ഉടൻ തന്നെ പ്രായോഗികമാക്കിയില്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞെങ്കിൽ മാത്രമേ അത് പ്രായോഗികമാക്കുകയുള്ളൂ. രാജ്യം യുദ്ധമുനയിൽ നിൽക്കുമ്പോൾ ഇവിടെ ആഘോഷങ്ങളും പ്രദർശനങ്ങളും കാട്ടി നടക്കുകയായിരുന്നു. പക്ഷേ അത് പൊതുജനം അറിഞ്ഞു. അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് മാത്രമാണ് എന്തോ വാർഷിക പരിപാടികളൊക്കെ നിർത്തി ഒന്ന് പബ്ലിക്കുമായി ഇണങ്ങിച്ചേരാൻ സാധിച്ചത്. ഇത് കുറച്ച് മുമ്പേ ആലോചിക്കണമായിരുന്നു. ക്യാപ്റ്റനും ഒപ്പമുള്ള പരിവാരങ്ങളും ഒപ്പമുള്ള ഈ ഇല്ലാത്തത് പറഞ്ഞു കൊടുത്ത് മിസ്ഗൈഡ് ചെയ്യുന്നവരൊന്നും ആലോചിക്കണമായിരുന്നു. എന്തായിരുന്നാലും സന്തോഷ വാർത്ത, എല്ലാ ആഘോഷ പരിപാടികളും മാറ്റിവെച്ചു. ഇതായിരുന്നു ഈ ക്യാപ്റ്റൻ ആദ്യമേ ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്തില്ല. ഇനി നാം നോക്കേണ്ടത് നമ്മുടെ യുദ്ധമുഖത്തേക്കാണ്. അവിടെ അതിർത്തി സംസ്ഥാനങ്ങളിലുള്ളവർ അവിടുന്ന് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ്. സുരക്ഷിതത്തിനായി മാത്രം. സുരക്ഷിതം ഏറ്റവും പ്രധാനമാണ്. പാകിസ്ഥാൻ തലങ്ങും വിലങ്ങും ഡ്രോണുകളും ഇതൊക്കെ അയച്ച് ഇന്ത്യക്ക് നമ്മുടെ രാജ്യത്തിനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് അവരുടെ ആവശ്യം. പക്ഷേ എന്തോ ഈശ്വര സഹായം കൊണ്ട് ഇതുവരെയായിട്ട് വലിയ ഒരു നാശങ്ങളും നമ്മുടെ രാജ്യത്തിന് സംഭവിക്കാൻ സാധിച്ചില്ല. അഫ്കോഴ്സ് ആ അതിർത്തി പ്രദേശങ്ങളിലുള്ളവർ കുറച്ച് പേർക്ക് മരണമടയേണ്ടി വന്നു. അത് സാധാരണ എപ്പോഴും നടക്കാറുള്ള സംഭവമാണ്. ഇപ്പോൾ അവിടെ നിന്നെല്ലാം അവരെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഗുജറാത്തിലും രാജസ്ഥാനിലും ഈ മറ്റു മേഖലകളിലും സ്വന്തം ബിസിനസ്സും മറ്റു പല മേഖലകളിലും വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒത്തിരി മലയാളീസുണ്ട്. ഒരു പക്ഷേ അവർക്ക് അവിടെ നിന്ന് മാറി നാട്ടിൽ വന്ന് കുറച്ച് നാൾ നിൽക്കേണ്ടി വരും. സ്ഥിതിഗതികൾ ശാന്തമായെങ്കിൽ മാത്രമേ അവർക്ക് തിരിച്ചു പോകാൻ സാധിക്കൂ. ഇതൊരു യുദ്ധത്തിൽ എല്ലാവർക്കും സംഭവിക്കാവുന്നൊരു കാര്യമാണ്. അവർക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സമാധാനമായി അവർക്ക് നാട്ടിൽ വരാം. നാട്ടിൽ വന്ന് അവിടുത്തെ അന്തരീക്ഷം നോർമലാകുമ്പോൾ അവർക്ക് തിരിച്ചു പോകാം. അതിനുവേണ്ടി ഗവൺമെൻറ് പല സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട്. ഒപ്പം സ്റ്റുഡൻസ്, കോളേജിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസും അവരുടെയും ഒരു മടക്കയാത്രയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിന് വേണ്ട മാർഗങ്ങൾ ഗവൺമെൻറ്റും നോർക്കയൊക്കെ ചെയ്യുന്നതായിട്ടാണ് അറിയുന്നത്. അവർ കഴിയുന്നത് വേഗം അവരുടെ നാട്ടിലെത്തട്ടെ. നമുക്ക് ഇതിലേറ്റവും സന്തോഷമായിട്ടുള്ളത് ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ ശത്രുരാജ്യത്തിന് മനസ്സിലാക്കിയ ഒരു കാര്യം, അതിലവർ ഭയപ്പാടുമാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും മറ്റെല്ലാ അംഗങ്ങളും ഒന്നിച്ചു നിന്ന് എല്ലാ സമരങ്ങളും എല്ലാ പരസ്പരം ചെടി വാരി എറിഞ്ഞിട്ടുള്ള ആരോപണങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്ത് എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നു. രാജ്യത്തിൻ്റെ ഉറച്ച തീരുമാനത്തിലേക്ക് ഒന്നായി നിൽക്കുന്നു. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അത് മുൻകാലങ്ങളിലും ഇന്ത്യയിൽ സാധാരണ ഇത് തന്നെയായിരുന്നു. നമ്മൾ പാർട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുമ്പോഴും രാഷ്ട്രത്തിനൊരു ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അവരെല്ലാം മറന്ന് അവരൊന്നാകും. ഇത് നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ട ഒരു വസ്തുതയാണ്. അത് ഇപ്പോഴും തുടരുന്നു. ഇനി നമ്മുടെ അതിർത്തിയിൽ നമ്മുടെ രാജ്യത്തെ കാക്കാൻ, നമ്മുടെ ജീവൻ്റെയും സ്വത്തിനും രക്ഷയ്ക്കായി അതിർത്തിയിൽ നിന്ന് നേരോട് നേർന്ന്
പോരാടുന്ന നമ്മുടെ സൈനികരെ നിയന്ത്രിക്കുന്ന സീനിയറായിട്ടുള്ള ഓഫീസേഴ്സ്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ സപ്പോർട്ടും ധൈര്യങ്ങളും നമ്മിൽ നിന്നാണ് കിട്ടേണ്ടത്. നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ആരോഗ്യത്തിനും അവരുടെ സംരക്ഷണയ്ക്കും എപ്പോഴും ഈശ്വരൻ സംരക്ഷണം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഭടന്മാർ പോരാടുന്നത്. മോശമായ കാര്യങ്ങളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി അവർ പോരാടുകയാണ്. അവർക്ക് വേണ്ടിയും അവർക്ക് വേണ്ട ആരോഗ്യം കിട്ടാനും അവർക്കുണ്ട പ്രചോദനവും സന്തോഷവും ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മളെപ്പോഴും അവരുടെ പിന്നിലുണ്ടെന്നുള്ളൊരു ധാരണ അവരിലേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഏത് രാജ്യം എവിടെയും പോയി ഫൈറ്റ് ചെയ്യാനും ഏത് ദുസ്സഹമായ മാർഗങ്ങളെ അതിജീവിക്കാനും വഴികൾ അതിജീവിച്ച് അവർ വിജയം കൊയ്യുക തന്നെ ചെയ്യും. അതിൽ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. ഈ നിമിഷം വരെയുള്ള ഓരോ ഓരോ മുന്നേറ്റവും അതിനെ സൂചിപ്പിക്കുന്നതാണ്. നമ്മുടെ രാജ്യം ആവശ്യമില്ലാത്തവരെ വധിക്കാനോ അവരെ ബുദ്ധിമുട്ടിക്കാനോ നമ്മൾ ഇഷ്ടപ്പെടില്ല. മറിച്ച് നമ്മളെ ഉപദ്രവിച്ചെങ്കിൽ മാത്രമേ നാം അവരെ ആട്ടിപ്പായിക്കാൻ വേണ്ടി നാം പ്രതികരിക്കുകയും ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഈ ഒരു അന്തരീക്ഷം നമുക്കെല്ലാവർക്കും ഒരുപോലെ ഉള്ളതാണ്. അത് ഗുജറാത്തിലോ രാജസ്ഥാനിലോ കാശ്മീരിലോ ഉള്ള ആ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഭീതികളൊക്കെ ഇതെല്ലാം അവരെ സമാധാനപ്പെടുത്തേണ്ട, അവർക്ക് വേണ്ട പ്രചോദനം കൊടുക്കേണ്ടതും നാമെല്ലാം അവരുടെ പിന്നിലാണെന്ന് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ നേരണം. അവർക്കും തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യ എന്നുള്ള രാജ്യത്തിൽ അവർ ജീവിക്കുകയാണ്, അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു വിശ്വാസവും അവരിലുണ്ടാകും. നമ്മുടെ കേരളക്കാരോട് പറയുകയാണ്, എപ്പോഴും നമ്മുടെ യുദ്ധമുഖത്തിലാണ്. നമുക്കിവിടെ സുഖവും സന്തോഷമാണെങ്കിൽ തന്നെയും അതിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രത്യാഘാതമുണ്ട്, അതിൻ്റെ പാർട്ട് നമ്മളും അനുഭവിക്കേണ്ടവരാണ്. അത് അനുഭവിച്ചേ പറ്റൂ. പക്ഷേ എത്രയും വേഗം സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം വരട്ടെ, നമുക്ക് നഷ്ടപ്പെടാതെ നമുക്ക് ജയിക്കാനാകട്ടെ. എല്ലാവർക്കും ആ മുന്നണി ജോതാക്കൾക്ക് ഒരിക്കൽ കൂടി എല്ലാം നല്ലത് ഭവിച്ചുകൊണ്ട് അതിനുവേണ്ട അനുഗ്രഹങ്ങൾ കൊടുക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജയ് ഹിന്ദ്. കാണാം മറ്റൊരു വീഡിയോയിലൂടെ.